ഞാനൊരു പ്രത്യേക വാക്ക് കേട്ടു, അതായത് കഴിവില്ലാത്തത് എന്നൊക്കെ പറഞ്ഞൊരു വാക്ക്. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു ആണുങ്ങളെ കുറിച്ച്. ഞാൻ പറഞ്ഞില്ല. എന്താണ്? അല്ല, എന്ത് വാക്കാണ്? മൊണ്ണ. ഇതല്ലേ നിന്റെ മനസ്സിലിരിക്കുന്ന വൃത്തികിട്ട ദൂഷിപ്പ്? ഇനി ആർക്ക് വേണം? മൊണ്ണ. ഇരിക്കൂ, ആണുങ്ങളെല്ലാം മൊണ്ണകളാണ്. ഇതാ ഞാൻ പറഞ്ഞത്, പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഒരു നിമിഷം കൊണ്ടല്ലേ ഇപ്പൊ നിറം മാറിയത്. പിന്നെ വേറെ എന്താ പറഞ്ഞു? എല്ലാവരും ഗിഷൈലിന്റെ ബോയ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. എല്ലാവരും ഗിഷൈലിന്റെ ബോയ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു. അതെ, സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കാം. അതെ, അതിന്റെ പുറകെ നടക്കുന്ന നാണമില്ലാത്തവരാണ് അവിടെയുള്ള ആൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞു. ഓഹോ, അപ്പൊ നിങ്ങൾ കുറ്റം സമ്മതിക്കുക മാത്രമല്ല അതൊക്കെ ക്രെഡിറ്റ് ആയി ഭാവിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം, മറ്റുള്ള ആണുങ്ങൾക്ക് ഇത് മനസ്സിലാവണ്ടേ? ഗായ്സ്, വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. പെണ്ണിനെ കണ്ട ഇങ്ങനെയും വീഴുന്ന ആണുങ്ങളുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാനെന്തൊക്കെയോ ഉറക്കപ്പിച്ചിലിങ്ങനെ. എല്ലാം കേട്ടു. സഞ്ജീവൻ ഐപിസിന്റെ പ്രേമ സാഹിത്യം കലക്കി കേട്ടോ. പെണ്ണിനെ കണ്ട വീഴുന്ന കുറെ മൊണ്ണാള്. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. ഇരിക്കുന്ന എല്ലാണ് ആ അബി ഒഴിച്ച്. അഭി, വളരെ കൺഗ്രാറ്റുലേഷൻസ്. അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതാണ്. എന്ത് പറഞ്ഞാലും അടിയോ. മൊണ്ണയില്ലാത്ത ഒരാളെങ്കിലും നമുക്ക് കിട്ടിയല്ലോ. എല്ലാരും ഗിഷൈലിന്റെ ബോയ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു. ഇമേജ് കംപ്ലീറ്റ് പോയി. ഇനി ഇവിടെ കോട്ടും സൂട്ടും ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അനുവിനോടൊപ്പം സംസാരിക്കുകയും അല്ലെങ്കിൽ അനു പറയുന്നത് ശരിയാണെന്ന് പറയുകയും ഒരുമിച്ച് നിന്ന് ഗെയിം കളിക്കുകയും ചെയ്താൽ അനുവിന് നല്ലതും. ഈ സമയത്ത് നീ കാല് പാരാതടാ. എനിക്ക് നിങ്ങളെ വിശ്വാസമല്ല. അനു തെറ്റുകൾ പറയുമ്പോ അല്ലെങ്കിൽ അനുവിനെതിരെ സംസാരിക്കുമ്പോ അനു നമ്മളെ തോന്നിയതുപോലെ അനു പറഞ്ഞുണ്ടാക്കും. അവർ ഇങ്ങോട്ട് ഇങ്ങനെ പ്രയോഗിച്ച ആ പദം തന്നെ തിരിച്ച് നമ്മൾ അങ്ങോട്ട് ഉപയോഗിക്കുന്നു. അനു അങ്ങനെ പറയാൻ കാരണം അനുവിനെ എല്ലാരും കൂടെ കോർണർ ചെയ്യുന്നതായിട്ട് അനുവിന് തോന്നുന്നു. എന്നാലേ അത് അവളുടെ കയ്യിലിരിപ്പുണ്ടാ. എന്താണ് അപ്പൊ അതിൽ നിന്ന് പുറത്തു വരാൻ എന്താണ്? അതിന് കരച്ചിലല്ല മാർഗം. അങ്ങനെ പറ. പാട്ട് നിർത്ത്. നിനക്ക് വല്ലതും പറ്റിയ? ഹേയ്, പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു ഗായ്സ്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇത് സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.